വൃദ്ധന്മാരുമൊക്കെ വളരെ, കാരണം അവർക്ക് എന്തോ ഒരു സെൻസ് പോലെ അവരിത് ഇനി അത് ഇളകാതിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു സ്വഭാവത്തിലേക്ക് അവർ പോയെന്നാണ് എനിക്ക് തോന്നുന്ന സംഗതി. അത് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കാണാൻ കഴിയാത്ത ഒരു ദൃശ്യമാണ്. തുടക്കം മുതലുള്ള ആവേശം അതേപോലെ നിലനിർത്തുകയാണ്. അത് കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല. വലിയ പ്രതീക്ഷയിലേക്ക് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ആ ഒരു ആവേശത്തിൽ ഇടതുപക്ഷം ഈ മലപ്പുറം മണ്ഡലത്തിൽ വിജയിക്കും. ഈ തെരഞ്ഞെടുപ്പോടുകൂടി മലപ്പുറത്തെ UDFന്റെ നേതൃസ്ഥാനത്തിൽ വലിയ മാറ്റമുണ്ടാകും. നമുക്ക് നമ്മുടെ റിപ്പോർട്ടർമാരുണ്ട്. ജയേഷ് പൂക്കോട്ടൂര് മലപ്പുറംകാരനാണ്, ജനിച്ചു വളർന്ന സ്ഥലമാണ്. അരുൺ അമൃതനാഥ് മലബാർകാരനാണ്. മലപ്പുറത്ത് ഇപ്പോഴാ ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തിക്കൊണ്ടും വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ജയേഷെ, മലപ്പുറത്തിന്റെ ഖൽബ് ലീഗിനല്ലാതെ മറ്റാർക്ക്? അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ മറ്റ് മണ്ഡലങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ 100 hours ഇലക്ഷനിൽ തന്നെ ഒരുപാട് തവണയായിട്ട് പറയുന്നു അടിയൊഴുക്കുകൾ, ഈ സാമുദായിക സമവാക്യങ്ങൾ, അന്തർധാരകളൊക്കെ. അങ്ങനെ അത്തരം പ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത 20 മണ്ഡലങ്ങളിൽ ഒന്ന് വയനാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മലപ്പുറം തന്നെയായിരിക്കും. കാരണം മലപ്പുറത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായ വസീഫ് മത്സരിക്കുന്നത് ET-യോടാണ്. UDFന്റെ ET മത്സരിക്കുന്നത് സ്വന്തം ഭൂരിപക്ഷത്തോടാണ്, അതായത് സ്വന്തം പാർട്ടിയിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നേരത്തെ രജിഷനൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ 2,60,000 മുകളിലുള്ള ഒരു ഭൂരിപക്ഷം കുഞ്ഞാലിക്കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ET മത്സരിക്കുന്നത് ലീഗിലെ തന്നെ ഭൂരിപക്ഷത്തോടാണ്. നല്ല പ്രയോഗമാണ് ജയേഷ്. അപ്പോൾ ആ ഒരു വ്യത്യാസം അവിടെയുണ്ട്. അത് എത്ര കണ്ട് കുറച്ച് വരാൻ കഴിയും, അതായത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ എത്ര കണ്ട് കുറച്ച് വരാൻ കഴിയും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഒരു വസീഫിൻ്റെ ഒരു മികവെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരുപാട് യൂത്ത് ലെവലിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വസീഫിന് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സഖാക്കളായ സുഹൃത്തുക്കളോടൊക്കെ, നാട്ടിലെ സുഹൃത്തുക്കളോടൊക്കെ വിളിച്ചന്വേഷിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത്, അവർ പ്രചരണത്തിനും മറ്റൊക്കെ ഇറങ്ങുമ്പോൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ വലിയ മാറ്റം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാണല്ലോ പറഞ്ഞത്. പ്രത്യേകിച്ച് ആദ്യമൊക്കെ ഈ LDFകാരാണെന്ന് പറഞ്ഞൊരു ലീഗുകാരൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അത് കേൾക്കാൻ പോലും സന്നദ്ധമാവാറില്ല പലപ്പോഴും അവിടെയുള്ള ആൾക്കാർ. പക്ഷേ ഇപ്പോൾ അവർ വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിക്കുന്നു. ഓപ്പണായിട്ടുള്ളൊരു ഡിസ്കഷനൊക്കെ, ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ സഖാക്കളൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഘടകം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ വലിയൊരു തരത്തിലുള്ള അട്ടിമറികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതിലൊരു 1.5 ലക്ഷത്തിൽ താഴേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വസീഫിന് ഒരു വലിയ നേട്ടമാണ്. യെസ്, നമുക്ക് അരുൺ എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. അരുണെ, 36 കൊല്ലത്തിന് ശേഷം അർജന്റീന കപ്പെടുത്തതുപോലെ അറിയാലോ, മലപ്പുറം ഫുട്ബോൾ പ്രേമികളുടെ നാടാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ? പക്ഷേ അതിലൊരു കാര്യമുണ്ട് അഭിലാഷേട്ടാ. 86-ൽ മറഡോണ എടുത്ത കപ്പ് മെസ്സി എടുക്കുന്നത് വരെയും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെയാണ് TKMCയുടെ കാര്യം LDFകാർ പറയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്ത തെരഞ്ഞെടുപ്പിലെ 2009 മുതൽ ഇങ്ങോട്ട് TKMCയുടെ വിജയം തന്നെയാണ് എല്ലാ പ്രചരണത്തിലും LDFകാർ പറയുന്നത്. ഈ ജയേഷ് പൂക്കോട്ടൂർ തുടങ്ങിയതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യം. ഈ ET-യുടെ മത്സരം എന്തായാലും PK കുഞ്ഞാലിക്കുട്ടിയോടും അബ്ദുൾ സമദ് സംദാനിയോടുമാണ്. ആ 2,60,000, 1,10,000 ഇതിനൊപ്പം എത്താൻ അല്ലെങ്കിൽ ഇതിനെ മറികടക്കാനുള്ള ഒരു ശ്രമമാണ് ലീഗ് എന്തായാലും നടത്തുന്നത് എന്ന കാര്യത്തിൽ നിസ്സംശയം പറയാം. പക്ഷേ ഞാൻ എന്തായാലും വസീഫിൻ്റെ കാര്യത്തിലേക്കൊന്ന് പറഞ്ഞു. വസീഫ് തുടക്കം തൊട്ട് അവസാനം വരെ കാണിക്കുന്ന ഒരു എനർജി ഉണ്ട്. വസീഫ് ഒരു യുവ തുർക്കിയെ CPM ഇറക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇവിടുത്തെ ആളുകൾ ഒരു ബലിയാടെന്ന രീതിയിലൊക്കെയാണ് അതിനെ എന്തായാലും വിശേഷിപ്പിക്കുന്നതൊക്കെ തന്നെ. പക്ഷേ വസീഫിനെ പറ്റി പറയുമ്പോൾ, ഇന്നലെ ഞാൻ ചായക്കടയിൽ ഒരാൾ വെറുതെ ചായ കുടിക്കാൻ കയറിയപ്പോൾ അവിടെ പറയാം, ഇപ്പോൾ വസീഫ് വിളിച്ചിരുന്നു വോട്ട് ചോദിച്ചിട്ടെന്ന്. അങ്ങനെ താഴെ തട്ടിൽ നിന്ന് ഫോണിലൂടെ SMS-ലൂടെ എല്ലാവരോടും അതേ ഒരു ഊർജം വസീഫ് വലിയ രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ 2004 ശേഷം 24 മറഡോണയ്ക്ക് ശേഷം മെസ്സി എന്ന പോലെ ഹംസയ്ക്ക് ശേഷം വസീഫ് ആവുമോ എന്നത് എന്തായാലും നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഭൂരിപക്ഷത്തിന് ഇളക്കം തട്ടിക്കാൻ സാധിച്ചാൽ തന്നെ ഈ 1,10,000 താഴേക്ക് ഒരു വോട്ട് കുറഞ്ഞാൽ തന്നെ അത് വസീഫിന് വലിയൊരു ആത്മവിശ്വാസം പ്രകടമാക്കാൻ പറ്റുന്ന ഒരു ഘടകമാകും. അവിടെ ആ ഭൂരിപക്ഷം കുറയാനുള്ള ഒരു കാരണം എന്തെന്നുള്ള ചോദ്യത്തിലേക്ക് വരുമ്പോൾ അത് ലീഗും സമസ്തയും തമ്മിലുള്ള രാഷ്ട്രീയത്തിന്റെ സൗന്ദര്യവും എല്ലാം കൂടെ ചേർത്ത് അത് ഒരുപക്ഷെ മലപ്പുറത്തിനല്ലാതെ മറ്റെവിടെയും ചേർത്ത് വെച്ചാൽ ഇത്രയും